തിരുവനന്തപുരം കഴക്കൂട്ടത്ത് നിന്ന് കാണാതായ 13-കാരിയെ കണ്ടെത്തി. 36 മണിക്കൂർ നീണ്ട തെരച്ചിലിനൊടുവിലാണ് കുട്ടിയെ കണ്ടെത്തിയത്. കുട്ടിയുടെ വീട്ടിലേക്ക്, മാതാപിതാക്കളുടെ അടുത്തേക്ക് എത്തിക്കുക എന്നുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ദൗത്യം കൂടി ഇനി ബാക്കിയുണ്ട്. അതിനുള്ള കാര്യങ്ങളാണ് ഇന്നത്തെ ദിവസം നടക്കുക. അതിന് ചില നിയമ നടപടികളുണ്ട്. ആ രീതിയിൽ സംവിധാനങ്ങൾക്കനുസരിച്ച് തന്നെ വേണം പോകാനായിട്ട്. 13 വയസ്സ് മാത്രം പ്രായമുള്ള കുട്ടിയാണ്. കുട്ടിയുടെ സുരക്ഷ അത് ഏറ്റവും പ്രധാനമാണ്. ആ രീതിയിൽ ഇന്ന് എന്തെല്ലാം കാര്യങ്ങളാണ് നടക്കുക? ഗിരീഷ് നമുക്കൊപ്പം വീണ്ടും ചേരുന്നുണ്ട്. ഗിരീഷ്, നമ്മുടെ പ്രേക്ഷകരെല്ലാവരും പറയുന്നുണ്ട് 24-ന് ഒരു ബിഗ് സല്യൂട്ട്, ബബിതയ്ക്ക്, അലക്സ് റാം മുഹമ്മദിന്, പോലീസിന് ഒപ്പം നിന്ന് എല്ലാവർക്കും എന്ന് പറയുന്നുണ്ട്. ആ സന്തോഷത്തിൽ തന്നെ കൂടുതൽ ഇന്നിപ്പോൾ കുട്ടിയെ എപ്പോഴാണ് എത്തിക്കുക എന്നുള്ളത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതിൻ്റെ നിയമ നടപടികൾ അതിൻ്റെ രീതിയിൽ തന്നെ പോകേണ്ടതുണ്ട്. നമ്മുടെ പോലീസ് എപ്പോഴായിരിക്കും അവിടെ എത്തിച്ചേരുക? അതിൻ്റെ ബാക്കിയുള്ള നിയമ നടപടികൾ എന്തായിരിക്കും? വീട്ടുകാർ കാത്തിരിക്കുകയാണല്ലോ അല്ലേ? സ്മിത, ഈ കുട്ടി തിരിച്ചെടുത്ത് വരുന്നതിന് വേണ്ടി വീട്ടുകാർ കാത്തിരിക്കുകയാണ്, മാതാപിതാക്കൾ കാത്തിരിക്കുകയാണ്. ഇന്നലെ തന്നെ അവർ ഫോണിലൂടെയും അതോടൊപ്പം തന്നെ വീഡിയോ കോളിലൂടെയും ഒക്കെ കുട്ടിയുമായി സംസാരിച്ചിരുന്നു. കുട്ടി എത്രയും വേഗം തിരിച്ചു വരണം, കുട്ടിയെ കിട്ടണം എന്നുള്ളത് തന്നെയാണ് വീട്ടുകാർ ആഗ്രഹിക്കുന്നത്. ഇതിനുള്ള നടപടികൾ പോലീസ് തുടങ്ങിയിട്ടുമുണ്ട്. ഇതിൽ ചില സാങ്കേതികമായ നിയമപരമായ ചില കാര്യങ്ങൾ കൂടി ഇനി പൂർത്തിയാക്കേണ്ടതുണ്ട്. ഇതിൽ ഏറ്റവും പ്രധാനം ഇപ്പോൾ വിശാഖപട്ടണത്ത് റെയിൽവേ പ്രൊട്ടക്ഷൻ ഫോഴ്സിന്റെ കൈവശമുള്ള കുട്ടിയെ കേരള പോലീസിന് കിട്ടുക എന്നുള്ളതാണ്. ഇന്നലെ ചെന്നൈയിലുണ്ടായിരുന്ന കഴക്കൂട്ടം SHOയുടെ നേതൃത്വത്തിലുള്ള സംഘം വിശാഖപട്ടണത്തേക്ക് ഇന്നലെ തന്നെ തിരിച്ചിരുന്നു. ഇന്ന് പുലർച്ചെ കഴക്കൂട്ടത്തെ മറ്റൊരു വനിതാ SIയുടെ നേതൃത്വത്തിലുള്ള സംഘവും വിശാഖപട്ടണത്തേക്ക് തിരിച്ചിട്ടുണ്ട്. ഇവർ ചെന്നതിന് ശേഷമാകും കുട്ടിയെ ഈ RPFൽ നിന്ന് ഏറ്റെടുക്കുക. ഇതിനുശേഷം തിരുവനന്തപുരത്തേക്ക് കൊണ്ടുവരണം. ഇവിടെയാണ് കേസ് രജിസ്റ്റർ ചെയ്തിട്ടുള്ളത്. സ്വാഭാവികമായും ഇവിടെ മജിസ്ട്രേറ്റിന് മുമ്പിൽ ഹാജരാക്കേണ്ടതുണ്ട്. മജിസ്ട്രേറ്റിന് മുമ്പിൽ ഹാജരാക്കി മൊഴി രേഖപ്പെടുത്തേണ്ടതുണ്ട്. ഇതാണ് ഇതിലെ ഏറ്റവും പ്രധാനമായ ഒരു നിയമപരമായ വശം. ഈ മൊഴി രേഖപ്പെടുത്തുക എന്നുള്ളത് കുട്ടി എന്തുകൊണ്ട് വീട്ടിൽ നിന്നിറങ്ങി, ഏത് സാഹചര്യത്തിലാണ് ഇറങ്ങേണ്ടി വന്നത്, യാത്ര ചെയ്യേണ്ടി വന്നത് തുടങ്ങിയ കാര്യങ്ങളെല്ലാം തന്നെ ഈ മൊഴിയിലുണ്ടാകും. ഇതിനുശേഷം പോലീസിന്റെ മൊഴി കൂടി രേഖപ്പെടുത്തിയ ശേഷമാകും കുട്ടിയെ മാതാപിതാക്കൾക്ക് കൈമാറുക. അതിനു മുമ്പ് കുട്ടിക്ക് കൌൺസിലിംഗ് നൽകേണ്ടതുണ്ട് എന്ന് ഇപ്പോൾ പോലീസ് വ്യക്തമാക്കുന്നുണ്ട്. കാരണം ഒരു ശകാരിച്ചതിന്റെ പേരിൽ വീട്ടിൽ നിന്ന് ഇറങ്ങി വന്നതാണ്. കാരണം ഇതിന് പിന്നീട് ഈ 36 മണിക്കൂർ യാത്രയിൽ അനുഭവിക്കേണ്ടി വന്ന കുറെ അധികം പ്രശ്നങ്ങളുണ്ട്. ഭക്ഷണമില്ലാതെയും അതോടൊപ്പം തന്നെ വലിയ ആശങ്കയിലുമൊക്കെ ഈ കുട്ടി തള്ളി നീക്കിയ മണിക്കൂറുകളുണ്ട്. അത് തന്നെ കുട്ടിയിൽ വലിയ തരത്തിലുള്ള ഒരു മാനസിക സമ്മർദ്ദം സൃഷ്ടിച്ചിരിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇതൊക്കെ ഇല്ലാതാക്കുന്നതിനുള്ള കൌൺസിലിംഗ് കുട്ടിക്ക് നൽകേണ്ടതുണ്ട്. ഇതൊക്കെ കഴിഞ്ഞതിന് ശേഷം വൈകുന്നേരത്തോടുകൂടി കുട്ടിയെ മാതാപിതാക്കൾക്ക് കൈമാറാം എന്നുള്ള ഒരു പ്രതീക്ഷയിലാണ് കേരള പോലീസും. അതിനുള്ള നടപടികളാണ് ഇപ്പോൾ പോലീസിന്റെ ഭാഗത്ത് നിന്ന് തുടങ്ങിയിട്ടുള്ളതും. സ്മിത, ഗിരീഷാണ് വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ കുട്ടിക്ക് മാനസികമായിട്ടുള്ള എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ, കാരണം ഇത്രയും മണിക്കൂറുകൾ നീണ്ട കുറച്ച് സമയം മാത്രമായിരിക്കാം ഒരു പക്ഷേ കുട്ടി ആ ഒരു ഉദ്ദേശത്തോടു കൂടി, അല്ലെങ്കിൽ അമ്മ അടിച്ചു അതിൻ്റെ ഒരു സങ്കടത്തിൽ ദേഷ്യത്തിലൊക്കെ വീട് വിട്ടിറങ്ങിയത്. അതിനുശേഷം പെട്ടെന്ന് പകച്ചുപോയി കാണും കുട്ടി. നമ്മൾ കണ്ടെത്തുമ്പോൾ തന്നെ കുട്ടി അവിടെ സീറ്റിൽ കിടന്നുറങ്ങുകയായിരുന്നു. നിർജ്ജലീകരണം സംഭവിച്ചിട്ടുണ്ടായിരുന്നു എന്നാണ് വിചാരിക്കുന്നത്. ഭക്ഷണം കഴിച്ചതിന് ശേഷം അല്പം ആശ്വാസമായി. പക്ഷേ കൗൺസിലിംഗ് ഉൾപ്പെടെ കൊടുക്കേണ്ടതുണ്ട്. എന്തുകൊണ്ട് കുട്ടി പുറത്ത് വീട് വിട്ടു പോയി എന്നുള്ള കാര്യത്തിലൊക്കെ തന്നെ തീരുമാനങ്ങൾ എടുക്കണം. കൃത്യമായ നിയമ നടപടികൾ തന്നെയാണ് ഇതിൽ പാലിക്കേണ്ടത്. പക്ഷേ കുട്ടിയെ കണ്ടെത്തി എന്നുള്ള ആശ്വാസകരമായ വാർത്ത തന്നെയാണ് ഏറ്റവും പ്രധാനം. സുരക്ഷിതയായി തന്നെ കുട്ടിയെ ഇനി മാതാപിതാക്കൾക്ക് കൈമാറേണ്ടതുണ്ട്. അതോടൊപ്പം തന്നെ ഈ കൗൺസിലിങ്ങിലൂടെ കിട്ടുന്ന വിവരങ്ങൾ അനുസരിച്ച് കുട്ടിക്ക് കൂടുതൽ ഗൈഡൻസ് കൊടുക്കേണ്ടതുണ്ട്. മാതാപിതാക്കളോട് വിവരങ്ങൾ തേടേണ്ടതുണ്ട്. ആ രീതിയിലുള്ള നിയമ നടപടികളൊക്കെ തന്നെ നടക്കും. ഗിരീഷ്, നമ്മുടെ പ്രേക്ഷകരെല്ലാവരും തന്നെ സന്ദേശങ്ങൾ ഒരുപാട് അയക്കുന്നുണ്ട്. നമുക്കും അതിൻ്റെ ഒരു ഭാഗമാകാൻ കഴിയുമ്പോൾ ഏറ്റവും നിർണായകമായ സുപ്രധാന ഒരു ദൗത്യം, അതിന് ഭാഗമായി നിർണായകമായ ഘട്ടത്തിൽ നമ്മുടെ ഒരു ഇടപെടൽ, നീക്കം അതൊക്കെ തന്നെ പ്രധാനമാകുന്നു. ഒപ്പം തന്നെ ഗിരീഷ്, ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾ, ഇന്നലെ ഈ അന്വേഷണം ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഈ അന്വേഷണം വഴിമുട്ടി നിൽക്കുന്നത് പോലെ തോന്നുന്ന സാഹചര്യങ്ങളുണ്ടായിരുന്നു. ചിലയിടങ്ങളിൽ CCTV ദൃശ്യം പിന്നെ ലഭിക്കാതിരിക്കുക, അതുപോലെ തന്നെ കുട്ടി പുറത്തേക്ക് ഇറങ്ങിയിട്ടുണ്ടോ, പുറത്തിറങ്ങി എവിടേക്കെങ്കിലും പോയിട്ടുണ്ടാകുമോ എന്നുള്ള ഒരു ആശങ്ക. അങ്ങനെയാണെങ്കിൽ അത് വലിയ തിരക്കുള്ള തെരുവിലൊക്കെ കുട്ടി പെട്ടുപോയി കഴിഞ്ഞാൽ അത് കണ്ടുപിടിക്കുക എന്നുള്ളത് എത്രത്തോളം പ്രായോഗികമാകും എന്നുള്ളൊരു ആശങ്ക. ആ രീതിയിലാണ് കാര്യങ്ങൾ പോയിക്കൊണ്ടിരുന്നത്. പക്ഷേ അതൊന്നും ഓരോ മണിക്കൂറും നീണ്ടുകൊണ്ടിരിക്കുമ്പോൾ
ഈശ്വര കുട്ടിയെ കിട്ടിയില്ലല്ലോ, കുട്ടിയുടെ സുരക്ഷ അത് ഏറ്റവും പ്രധാനമാണല്ലോ. ആ രീതിയിലൊക്കെ തന്നെ നമ്മുടെ പ്രേക്ഷകരൊക്കെ തന്നെ നമ്മളോട് ഇങ്ങനെ ആശങ്കപ്പെട്ടുകൊണ്ടിരുന്നു. രാത്രി മുഴുവൻ നീണ്ട ആ ഒരു കാത്തിരിപ്പായിരുന്നു. 2 രാത്രി എന്ന് നമുക്ക് പറയാൻ കഴിയില്ല. രണ്ടാമത്തെ രാത്രിയിൽ കുട്ടിയെ കിട്ടിയിരിക്കുന്നു. അപ്പോൾ അലക്സിൻ്റെ ആ ഒരു ഇടപെടൽ, അലക്സ് സന്ദേശം കൈമാറിയ അദ്ദേഹം പറയുകയുണ്ടായി, ഒട്ടും വിചാരിച്ചില്ല ഇതിനിങ്ങനെയൊരു ഈ ദൗത്യത്തിന് ഇത്രത്തോളം കൃത്യമായിട്ടുള്ള ഒരു ഇടപെടലിന്, അങ്ങനെ ഒരു ഒടുവിൽ ഇങ്ങനെ ആ കുട്ടിയെ കിട്ടുക എന്നുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു റിസൾട്ട്, അതിലേക്ക് നമ്മൾ എത്തുമെന്ന് കരുതിയിരുന്നില്ല. പക്ഷേ അലക്സിന് വലിയ ആത്മവിശ്വാസം ഉണ്ടായിരുന്നു. ആ രീതിയിൽ തന്നെയാണ് അവരെത്തുന്നത്. ഒരു പക്ഷേ അവരവിടെ എത്തുമ്പോൾ ഇത് ഞങ്ങളുടെ കുട്ടിയാണെന്ന് സ്ത്രീകൾ പറയുന്നു. അപ്പോൾ പിന്മാറിയേക്കാമായിരുന്നു. കാരണം നിയമപരമായിട്ടൊക്കെ ചില കാര്യങ്ങളൊക്കെ ഇതിൽ നിൽക്കുന്നുണ്ട്. പക്ഷേ ഈ ഫോട്ടോ കണ്ടത് ഏറ്റവും നിർണായകമാകുന്നു. അവിടെയാണ് ബബിതയുടെ ഇടപെടൽ എത്രത്തോളം നിർണായകമായി എന്നുള്ളത് വരുന്നത്. അപ്പം ഓരോ ഘട്ടത്തിലും അന്വേഷണം ചിലപ്പോഴൊക്കെ വഴിമുട്ടുന്നു എന്ന്, തിരച്ചിൽ ഇടയ്ക്കൊക്കെ വഴിമുട്ടുന്നു എന്ന് തോന്നിയപ്പോഴൊക്കെ തന്നെ അത് അങ്ങനെയല്ലാതെ തന്നെ പോകാനുള്ള ഏതോ ഒരു ഇതിൻ്റെ പുറത്ത് അങ്ങനെ പോയിക്കൊണ്ടിരുന്നു. ആ ആശ്വാസം, ആ പ്രതീക്ഷ, അത് തന്നെയാണ് ഏറ്റവും പ്രധാനമായി മാറുന്നത്. എല്ലാവരും ഒന്നിച്ചു ചേർന്ന് കുട്ടിയെ കിട്ടുന്നു. ഗിരീഷ്, അമ്മയും അച്ഛനും പറഞ്ഞ കാര്യങ്ങൾ വെച്ചിട്ട് അവരും കൃത്യമായി തന്നെ ഇന്നലെ ആ അമ്മയുടെ അമ്മ പറഞ്ഞ പ്രതികരണമൊക്കെ നമ്മൾ എടുക്കുകയായിരുന്നു. കൃത്യമായി തന്നെ വിവരങ്ങൾ പറയുന്നുണ്ടായിരുന്നു. അമ്മ രാവിലെ കുട്ടികൾ തമ്മിൽ വഴക്കിട്ടു, ഒരാളെ കൂട്ടി, ഇനിയും വഴക്കിടാതിരിക്കാൻ ഒരാളെ കൂട്ടി അമ്മ ജോലിക്ക് പോകുന്നു. ഇളയ കുഞ്ഞിനെ ഈ മകളുടെ അടുത്ത് ഏൽപ്പിച്ചിട്ടാണ് പോകുന്നത്. തിരികെ എത്തുന്നു. ഉച്ചയ്ക്ക് ഭക്ഷണം കഴിക്കാൻ എത്തുമ്പോൾ ദീദി പുറത്തുപോയി എന്ന് ഇളയ കുഞ്ഞ് പറയുന്നത്. ചെറിയ കുട്ടിയാണ്, പക്ഷേ കൊച്ച് കരഞ്ഞുകൊണ്ട് പുറത്തേക്ക് പോയി എന്ന് പറയുന്നു. പുറത്തൊക്കെ അന്വേഷണം നടത്തുന്നു, വീട്ടിൽ അന്വേഷണം നടത്തുന്നു. അതിനുശേഷമാണ് മറ്റു പ്രധാനപ്പെട്ട പോലീസിന് കാര്യങ്ങൾ അന്വേഷിക്കാനുള്ളൊരു രീതിയിലേക്കൊക്കെ കാര്യങ്ങൾ പോകുന്നത്. ഏറ്റവും ഒടുവിലായി ഇന്നലെ രാത്രിയോടെ ആശ്വാസകരമായ ആ വാർത്തയും എത്തുന്നു. ഗിരീഷ്, ഈ മാതാപിതാക്കളെ അങ്ങോട്ടേക്ക് കൊണ്ടുപോകേണ്ടതുണ്ട്, കുട്ടിയെ അവിടെ നിന്ന് കൊണ്ടുവരാൻ മാതാപിതാക്കളെ അങ്ങോട്ടേക്ക് കൊണ്ടുപോകേണ്ടതുണ്ട് എന്നുള്ള രീതിയിലൊക്കെ തന്നെ ചില വിവരങ്ങൾ നമുക്ക് ലഭിച്ചു. യഥാർത്ഥത്തിൽ അങ്ങനെയാണോ, അതോ പോലീസ് മാത്രം പോയി കുട്ടിയെ കൊണ്ടുവരികയാണോ? WCCയുടെ സംരക്ഷണയിലാണ് കുട്ടിയുള്ളത്. അവരുടെ കൈവശമാണോ കുട്ടി ഉണ്ടാവുക തിരിച്ചു നാട്ടിലേക്ക് എത്തുമ്പോൾ? സ്മിത, ഇക്കാര്യത്തിൽ ഇപ്പോൾ പോലീസ് മാതാപിതാക്കളെ തൽക്കാലം അങ്ങോട്ടേക്ക് കൊണ്ടുപോകേണ്ടതില്ല എന്ന ഒരു തീരുമാനത്തിലേക്കാണ് എത്തിയിരിക്കുന്നത്. കാരണം കുട്ടിയെ തിരിച്ച് കേരളത്തിലേക്ക് എത്തിക്കുകയും പിന്നീട് മജിസ്ട്രേറ്റിന് മുമ്പിൽ ഹാജരാക്കുകയും ഒക്കെ വേണം. ഇത് നിയമപരമായ കാര്യങ്ങളാണ്. ഇത് ഒഴിവാക്കാൻ ഒരു കാരണവശാലും പറ്റില്ല. അതുകൊണ്ട് തന്നെ കുട്ടിയെ പോലീസ് ഏറ്റെടുക്കുക. ഇതിനുശേഷം വിശാഖപട്ടണത്ത് ഇപ്പോൾ റെയിൽവേ പ്രൊട്ടക്ഷൻ ഫോഴ്സിന്റെ ചൈൽഡ് കെയറിലാണ് കുട്ടിയുള്ളത്. ഇതിനുശേഷം കുട്ടിയെ അവിടെ നിന്ന് ഔദ്യോഗികമായി കുട്ടിയെ ഏറ്റെടുക്കുക, ഇതിനുശേഷം തിരുവനന്തപുരത്തേക്ക് കൊണ്ടുവരിക, ഇവിടെ മജിസ്ട്രേറ്റിന് മുമ്പിൽ ഹാജരാക്കുക എന്നുള്ളത് തന്നെയാണ് പോലീസ് ഇപ്പോൾ തീരുമാനിച്ചിരിക്കുന്നത്. ഇതനുസരിച്ചുള്ള നടപടികളാണ് ഇപ്പോൾ പോലീസിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നതും. അതുകൊണ്ട് തന്നെയാണ് രാവിലെ തന്നെ ഈ കഴക്കൂട്ടം വനിതാ SIയുടെ നേതൃത്വത്തിലുള്ള പ്രത്യേക സംഘം വിശാഖപട്ടണത്തേക്ക് തിരിച്ചതും. ഈ കുട്ടിയെ അവിടെ നിന്ന് ഏറ്റുവാങ്ങിയ ശേഷം ഇവിടെ മജിസ്ട്രേറ്റിന് മുമ്പിൽ ഹാജരാക്കുന്നു, മൊഴി രേഖപ്പെടുത്തുന്നു. ഇതിനൊക്കെ ശേഷമാകും മാതാപിതാക്കൾക്ക് കൈമാറുക. മാതാപിതാക്കളെ കൂടെ കൊണ്ടുപോകേണ്ടതില്ല എന്ന ഒരു തീരുമാനം പോലീസിന്റെ ഭാഗത്തു നിന്നുണ്ട്. ഇത് നടപടിക്രമങ്ങളുടെ ഭാഗവുമാണ്. അതുകൊണ്ട് തന്നെ പോലീസ് കുട്ടിയെ ഏറ്റെടുത്ത് മാതാപിതാക്കൾക്ക് കൈമാറുന്ന രീതിയിൽ തന്നെയാണ് ഇപ്പോൾ പോലീസ് അവരുടെ നടപടികൾ നീങ്ങിക്കൊണ്ടിരിക്കുന്നതും. ഏതായാലും വൈകുന്നേരത്തോടുകൂടി കുട്ടിയെ തിരുവനന്തപുരത്തേക്ക് എത്തിക്കാൻ കഴിയും എന്നുള്ളത് തന്നെയാണ് പോലീസ് കരുതുന്നത്. ട്രെയിൻ മാർഗമാണ് വിശാഖപട്ടണത്ത് നിന്നും കുട്ടിയെ തിരുവനന്തപുരത്തേക്ക് എത്തിക്കുക എന്നും പോലീസ് ഇപ്പോൾ വ്യക്തമാക്കിയിട്ടുണ്ട്. ഏതായാലും വൈകുന്നേരത്തോടെ കുട്ടിയെ മാതാപിതാക്കൾക്ക് കൈമാറാം എന്ന് തന്നെയാണ് പോലീസ് പ്രതീക്ഷിക്കുന്നത്. അതിനുള്ള നടപടികൾ തന്നെയാണ് പോലീസിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നതും. DCPയും അതോടൊപ്പം തന്നെ കഴക്കൂട്ടം ACP P. നിയാസിന്റെ നേതൃത്വത്തിലും കാര്യങ്ങൾ നിരീക്ഷിക്കുന്നുണ്ട്. ആവശ്യമായ നിർദ്ദേശങ്ങൾ പോലീസ് ഉദ്യോഗസ്ഥർക്ക് നൽകുകയും ചെയ്യുന്നുണ്ട്. മാത്രമല്ല വിശാഖപട്ടണത്ത് പോലീസുമായി സഹകരിച്ചുകൊണ്ട് ഇത്തരത്തിലുള്ള നടപടികൾ നീക്കുന്നതിന് വേണ്ടി തന്നെയാണ് ഇപ്പോൾ കേരള പോലീസിൽ നിന്നും നിർദ്ദേശം നൽകിയിട്ടുള്ളതും. സ്മിത, PA ഗിരീഷാണ് വിവരങ്ങളുമായി നമുക്കൊപ്പം ചേർന്നത്. കുട്ടിയെ ഉടൻ തന്നെ നാട്ടിലെത്തിക്കാനുള്ള നടപടികളാണ് ഇപ്പോൾ നടക്കുന്നത്. മനേഷ് മൂർത്തി കൂടി നമുക്കൊപ്പം ചേരുന്നുണ്ട്. മനേഷ്, ഇതിൽ ഇന്നലെ ഈ ഒരു സഹോദരൻ കൂടി ഉണ്ട് കുട്ടിക്ക് എന്നറിയുന്നു. അതിനുശേഷം സഹോദരൻ ചെന്നൈയിലാണ് എന്നുള്ള വിവരം എത്തുന്നു. അപ്പോൾ ചെന്നൈ കേന്ദ്രീകരിച്ച് കൂടുതൽ അന്വേഷണം, അതിനുള്ള നടപടികൾ തുടങ്ങുന്നു. പിന്നെ സഹോദരനോട് സംസാരിക്കുമ്പോൾ സഹോദരൻ പറയുന്നു, ഞാൻ ബംഗളൂരുവിലാണുള്ളത്, ചെന്നൈയിലല്ല എന്ന് പറയുന്നു. പക്ഷേ ചെന്നൈ
ചെന്നൈയിൽ തന്നെ ഉണ്ടാകാനുള്ള ഒരു സാധ്യതയിലേക്ക് വീണ്ടും പോകുന്നു. അപ്പോൾ ചെന്നൈ ഒരു പ്രധാനപ്പെട്ട ഈ ഒരു യാത്രയിൽ, കുട്ടിയുടെ യാത്രയിൽ ചെന്നൈ ഒരു പ്രധാനപ്പെട്ട പോയിന്റ് ആയിരുന്നു അല്ലേ? അപ്പോൾ തിരികെ എത്തുമ്പോഴും എനിക്ക് തോന്നുന്നു ചെന്നൈ വഴിയാണ് വരിക. ഇപ്പോൾ എവിടെയാണ് മനേഷ് ഇപ്പോൾ നിൽക്കുന്നത്? ഇപ്പം നേരത്തെ മനേഷ് പറഞ്ഞല്ലോ, ഒരുപാട് പേര് ഈ കുട്ടിയെ കണ്ടു കിട്ടിയോ എന്ന് ചോദിച്ചു, അതിൻ്റെ ഒരു സന്തോഷം പങ്കുവച്ചു എന്നൊക്കെ. സ്മിത, എഗ്മോർ റെയിൽവേ സ്റ്റേഷനിലാണ് നമ്മളുള്ളത്. അതായത് കുട്ടി ഇന്നലെ ഈ സമയത്ത്, അതായത് 6:30 മണിക്കാണ് ട്രെയിൻ വരുന്നത്. ഈ സമയത്ത് ആ പെൺകുട്ടി ഇവിടെ ഉണ്ടായിരുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. 24 മണിക്കൂർ മുൻപ് ആ പെൺകുട്ടി ഇവിടെ ഉണ്ടായിരുന്നു. ഇവിടെ നിന്നപ്പോൾ 7 മണി, 1 മണിക്കൂർ കഴിഞ്ഞ് ആ ട്രെയിൻ കയറി ആ കുട്ടി ഇവിടെ നിന്ന് പോവുകയുമായിരുന്നു. അപ്പോഴേക്കും ഒന്നും തന്നെ ഇൻഫോർമേഷൻസ് കൃത്യമായി വന്നിരുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. അത്തരത്തിലുള്ള ഫോട്ടോകൾ പബ്ലിഷ് ചെയ്യപ്പെട്ടിരുന്നില്ല. അവിടെ അന്വേഷണം പുരോഗമിക്കുകയായിരുന്നു. പ്രത്യേകിച്ചും കന്യാകുമാരിയൊക്കെ കേന്ദ്രീകരിച്ചുള്ള വലിയ രീതിയിലുള്ള അന്വേഷണം അവിടെ നടക്കുകയായിരുന്നു. എന്തായാലും വളരെ ഒരു പ്രധാനപ്പെട്ട ഈ കുട്ടിയുടെ യാത്രയിൽ പ്രധാനപ്പെട്ട ഒരിടമായി തന്നെയാണ് ഇവിടെ മാറുന്നത്, എഗ്മോർ മാറുന്നത്. എന്തായാലും ഇവിടെ വന്നു, 6:30 ഇറങ്ങുന്നു. അതൊക്കെ വൈകുന്നേരങ്ങളിലാണ്, അതായത് വൈകുന്നേരത്തോടു കൂടിയാണ് RPF ഈ കാര്യങ്ങളൊക്കെ സ്ഥിരീകരിക്കുന്നത്. സൂചനകൾ ഉണ്ടായിരുന്നു എന്നുള്ളത് മാത്രമായിരുന്നു. ആദ്യഘട്ടത്തിൽ ചെന്നൈ എന്ന് പറഞ്ഞപ്പോൾ ചെന്നൈയിൽ കുട്ടിയുടെ സഹോദരനുണ്ട് എന്നുള്ളതായിരുന്നു മനസ്സിലാക്കിയിരുന്നത്. അങ്ങനെ നമ്മൾ സഹോദരനെ ബന്ധപ്പെടാൻ ഒരുപാട് തവണ ശ്രമിച്ചു. അങ്ങനെ ഏറ്റവും ഒടുവിലാണ് സഹോദരനെ നമുക്ക് ബന്ധപ്പെടാൻ സാധിക്കുന്നത്. അപ്പോൾ അദ്ദേഹം പറയുന്നത്, ഞാൻ ബംഗളൂരുവിലാണുള്ളത്, എന്നെ സഹോദരി വിളിച്ചിട്ടില്ല, എവിടേക്കാണ് പോയതെന്ന് എനിക്കറിയില്ല, വീട്ടിൽ നിന്ന് വിളിച്ചപ്പോൾ മാത്രമാണ് സഹോദരി ഇങ്ങനെ യാത്ര പോയിട്ടുണ്ട്, അവിടെ വീട്ടിൽ കാണാനില്ല എന്നുള്ളൊരു കാര്യം അറിയുന്നത്. എന്തായാലും സഹോദരി എന്നെ വിളിച്ചിട്ടില്ല, മാത്രമല്ല ഞാൻ എവിടെയാണ് ഉള്ളത് എന്ന് സഹോദരിക്ക് അറിയുകയുമില്ല എന്നും സഹോദരൻ പറയുന്ന ഒരു നിലയിലേക്ക് എത്തുമ്പോൾ സ്വാഭാവികമായും പിന്നീട് ബംഗളൂരുവിലേക്കായിരിക്കുമോ യാത്ര എന്നുള്ള ഒരു ആശങ്ക ആ ഒരു രീതിയിലുണ്ടായിരുന്നു. എന്തായാലും നിരവധിയായിട്ടുള്ള ഓരോ ഘട്ടങ്ങളാണ് ഈ ഒരു അന്വേഷണവുമായി ബന്ധപ്പെട്ട് നടന്നിട്ടുള്ളത്. നേരത്തെ ഗിരീഷ് പറഞ്ഞതുപോലെ ഒരു രാത്രി, അതായത് അന്നത്തെ ദിവസം രാത്രി എന്ന് പറയുന്നത് ഒരു വലിയ ഭീതിയുള്ള രാത്രി തന്നെയായിരുന്നു. അവിടെയുള്ള ഓരോ ഇടവഴികളിലും ഈ കുഞ്ഞിന് വേണ്ടിയുള്ള തിരച്ചിൽ നടക്കുന്നു എന്നുള്ളതായിരുന്നു ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. കാരണം രാത്രി കഴിഞ്ഞാൽ അപകടം പതിയിരിക്കുന്ന ഇടവഴികൾ പലയിടങ്ങളിലുമുണ്ട്. അപ്പോൾ ആ ഇടവഴികളിലൊക്കെ ആ കുട്ടിക്ക് വേണ്ടിയുള്ള തിരച്ചിൽ നടത്തുന്നു. അതിനുശേഷമാണ് കുട്ടി കന്യാകുമാരിയിലേക്ക് എത്തിയിട്ടുണ്ട് എന്നുള്ള വിവരം ലഭിക്കുന്നത്. കന്യാകുമാരിയിലേക്ക് പോലീസ് പോകുന്നു. അവിടെ ഓരോ കടകളിലും കയറി ഇറങ്ങി കുട്ടിയുടെ ഫോട്ടോ കാണിച്ചുകൊണ്ടുള്ള പരിശോധനകൾ പോലീസിന്റെ ഭാഗത്തു നിന്നുണ്ടാവുന്നു. അവിടെ തമിഴ്നാട് പോലീസും സംയുക്തമായുള്ള പരിശോധനകൾ നടത്തുന്നു. റെയിൽവേ സ്റ്റേഷനിൽ നിന്നുള്ള ചില CCTV ദൃശ്യങ്ങൾ ലഭിക്കാത്ത ഒരു നിലയുണ്ടാവുന്നു. അങ്ങനെ തുടക്കം മുതലേ വലിയ തിരിച്ചടികൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്ന ആ ഒരു ഘട്ടം തന്നെയായിരുന്നു ഈ അന്വേഷണത്തിൻ്റെ പല ഘട്ടങ്ങളിലും പല സമയങ്ങളിലും ഉണ്ടായിരുന്നത്. പക്ഷേ അതിനൊക്കെ തരണം ചെയ്തുകൊണ്ട്, അതിനെയൊക്കെ മറികടക്കുന്ന വിധത്തിലുള്ള ഒരു ഇടപെടൽ എന്തായാലും അവർ ഈ ഒരു അന്വേഷണത്തിൽ ഉണ്ടാവുന്നു എന്നുള്ളതാണ്. അത് കൃത്യമായി ചെന്നൈയിലേക്കാണ് കുട്ടി വന്നത് എന്ന കൃത്യമായ വിവരം ലഭിച്ചതോടു കൂടിയാണ് ആ റൂട്ടിലേക്ക് അന്വേഷണം മാറുന്നത്. അല്ലെങ്കിൽ എവിടെ എത്തി കുട്ടി, എങ്ങോട്ടാണ് പോയത്, അതായത് കന്യാകുമാരി എക്സ്പ്രസ്സിൽ അവിടെ നിന്ന് കുട്ടി കയറി എന്നുള്ളത് സ്ഥിരീകരിക്കുന്നുണ്ട്. പക്ഷേ കന്യാകുമാരിയിൽ നിന്നും ഈ ചെന്നൈ എഗ്മോറിലേക്ക് വരുന്നതിനിടയ്ക്ക് 16 സ്റ്റേഷനുകളുണ്ട്. ഈ 16 സ്റ്റേഷനുകളിൽ എവിടെ വേണമെങ്കിലും കുട്ടിക്ക് ഇറങ്ങാനുള്ള സാധ്യതയുണ്ട്. പക്ഷേ അസം എന്ന് പറയുന്ന ഒരു ലക്ഷ്യം ഈ കുട്ടിക്കുണ്ട് എന്നുള്ളത് വ്യക്തമായതിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് കുട്ടി ചെന്നൈയിൽ ഉണ്ട് എന്ന് ഉറപ്പിക്കുന്നതും അവിടെ നിന്ന് പോലീസ് സംഘം ഇവിടേക്ക് വരാനുള്ള തയ്യാറെടുപ്പുകൾ നടത്തുകയും ഒക്കെ ചെയ്തിട്ടുള്ളത്. അപ്പോഴേക്കും ഇവിടെ CCTV ദൃശ്യങ്ങൾ ലഭിക്കുന്നു. CCTV ദൃശ്യങ്ങളിൽ നിന്ന് കൃത്യമായി തന്നെ ആ കുട്ടി ഇവിടെ ഇറങ്ങിയിട്ടുണ്ട് എന്നുള്ള കാര്യം വ്യക്തമാവുന്നുണ്ട്. അതായത് ചെന്നൈ എഗ്മോർ സ്റ്റേഷനിൽ ആ കുട്ടി ഇറങ്ങിയിട്ടുണ്ട്. ആ കുട്ടി ഈ ഗേറ്റ് വഴി, അതായത് ഈ 3ാമത്തെ ഗേറ്റ് വഴി പുറത്തേക്ക് വന്നിട്ടുണ്ട്. ഇതെല്ലാം കൃത്യമാണ്. പക്ഷേ ഈ കുട്ടി തിരികെ കയറിയതായോ മറ്റേതെങ്കിലും ട്രെയിനിൽ പോയതായോ ഒരു CCTV ദൃശ്യങ്ങളിലും ഇല്ല. അത് പലയിടങ്ങളിലും CCTVകൾ ഇല്ല എന്നുള്ളതാണ് പ്രശ്നം. പക്ഷേ ആ ഇടത്തിൽ കൂടെ ആയിരിക്കും ആ കുട്ടി പോയിട്ടുണ്ട്. 6:30 മണിക്ക് ഇവിടെ എത്തുന്നു. രാവിലെ 8:10 ആ കുട്ടി ഇവിടുന്ന് ട്രെയിൻ കയറി പോവുകയും ചെയ്തിട്ടുണ്ട്. അതായത് അത്രയും സമയം ആ കുട്ടി ഇവിടെ ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. അതായത് നമ്മളിപ്പോൾ സംസാരിക്കുന്ന ഈ സമയം ഇന്നലെ ഈ കുട്ടി ഇവിടെ ഉണ്ടായിരുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അപ്പോൾ എന്തായാലും ഇത്തരത്തിലുള്ള നിരവധിയായിട്ടുള്ള ആശങ്കകൾ ഉണ്ടായിരുന്നു. ആദ്യം എടുത്ത ഒരു ഫോട്ടോ, അതിനുശേഷം നടന്ന ഇടപെടലുകൾ, അങ്ങനെ ഓരോ ഘട്ടത്തിലും നടന്ന ഇടപെടലുകൾ തന്നെയാണ് ആ കുട്ടിയെ ഇപ്പോൾ സുരക്ഷിതമായി വിശാഖപട്ടണത്ത് RPFന്റെ ചൈൽഡ് വെൽഫെയർ ഓഫീസിൽ അല്ലെങ്കിൽ ചൈൽഡ് വെൽഫെയർ കമ്മിറ്റിക്ക് മുമ്പിൽ ആ കുട്ടിയെ എത്തിച്ചിരിക്കുന്നത് എന്നുള്ളതാണ്. ഇനി എന്തായാലും ഭാവി പരിപാടികൾ അല്ലെങ്കിൽ മറ്റ് നടപടിക്രമങ്ങളൊക്കെ പൂർത്തീകരിക്കേണ്ടതുണ്ട്. ചെന്നൈയിലേക്ക് കൊണ്ടുവരുമോ അല്ലെങ്കിൽ ചെന്നൈ വഴിയായിരിക്കുമോ യാത്ര എന്നത് സംബന്ധിച്ചൊന്നും കൃത്യമായുള്ള വിവരം നമുക്കിപ്പോൾ ലഭ്യമല്ല. പക്ഷേ എന്തായാലും ചെന്നൈ വഴി കൊണ്ടുപോകാനുള്ള സാധ്യത വളരെ കുറവാണെന്ന് ഞാൻ മനസ്സിലാക്കുന്നു.
കാരണം ഇനിയും ഇത്ര ദൂരം തിരികെ സഞ്ചരിക്കുക എന്ന് പറയുമ്പോൾ കുട്ടി ഇപ്പോൾ തന്നെ ഏറെക്കുറെ യാത്ര ചെയ്ത് അവശയായ ഒരു നിലയിലാണ്. നിർജ്ജലീകരണം ഉൾപ്പെടെയുള്ള പ്രശ്നങ്ങൾ കുട്ടിക്കുണ്ട്. അപ്പോൾ അത്തരത്തിലുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ എങ്ങനെയായിരിക്കും യാത്രയുടെ പ്ലാൻ എന്നുള്ളത് നമുക്ക് നിലവിൽ വ്യക്തതയില്ല. എന്തായാലും ഇന്നിപ്പോൾ അവിടെ നിന്നും പോലീസ് എത്തിയതിനു ശേഷം, കഴക്കൂട്ടത്തു നിന്നും പോലീസ് എത്തിയതിനു ശേഷമായിരിക്കും അതുമായി ബന്ധപ്പെട്ടുള്ള തീരുമാനങ്ങളൊക്കെ വ്യക്തമായിട്ട് എടുക്കാൻ സാധിക്കുക എന്നുള്ളതാണ് നമുക്ക് അറിയാൻ സാധിക്കുക. എന്തായാലും ഒരു 36 മണിക്കൂറുകൾ നീണ്ട ഒരു വലിയ ആശങ്ക അതിന് പരിഹാരമാകുന്നു. ഇന്നലെ രാത്രി 10:30 മണിയോടുകൂടി ആ ഒരു ആശങ്കയ്ക്ക് വലിയ പരിഹാരമാകുന്നു. അതിൽ വലിയ ഇടപെടൽ തന്നെയാണ് നമ്മളുടെ ഭാഗത്തു നിന്നും ഉണ്ടായത്. അലക്സിന്റെ ഇടപെടൽ വളരെ കൃത്യമായ അതോടൊപ്പം തന്നെ നമുക്ക് ഈ മലയാളി സമാജം പ്രവർത്തകരുടെ ആ ഒരു ഇടപെടൽ നമ്മളൊന്ന് ആലോചിച്ച് നോക്കും. ഒരു കുട്ടിയെ കാണാതായി എന്ന് നമ്മൾ അറിഞ്ഞാൽ പോലും എത്രത്തോളം നമ്മൾ ഓരോരുത്തരും ആ വാർത്തയെ അത്രയും ഗൗരവത്തോടെ കാണുമെന്നുള്ളതാണ്. അങ്ങനെ കാണുന്നു, പിന്നീട് അത് കുട്ടിയെ കിട്ടി എന്ന് പറയുന്നു, അന്വേഷണം നടക്കുന്നു. ഇതൊക്കെ നമ്മൾ കൃത്യമായി ഫോളോ ചെയ്യും. മാധ്യമപ്രവർത്തകരെല്ലാ സാധാരണ മനുഷ്യർ അങ്ങനെയാണല്ലോ, അവരവരുടേതായിട്ടുള്ള ജീവിത തിരക്കുകളിൽ പോകുന്നു. ഈ വാർത്ത അത് അലക്സ് പറയുന്നു ഇങ്ങനെ ഒരു കാര്യമുണ്ട് എന്ന് പറയുമ്പോൾ മുതൽ അത് കൃത്യമായിട്ട് തന്നെ അവരുടെ ഒരു ഉത്തരവാദിത്തമായി കരുതി ആ കുട്ടിക്ക് വേണ്ടിയുള്ള അവരുടെ സമയം മുഴുവൻ അവർ അതിനായി നീക്കിവെച്ച് ആ റെയിൽവേ സ്റ്റേഷനിൽ പോകുന്നു. അവിടെ ചെന്ന് ട്രെയിനിൽ ഓരോ ബോഗിയിലും നടന്ന് പരിശോധിക്കുന്നു. അവിടെ കുട്ടിയെ ഓരോ ബോഗിയിലും പോകുമ്പോൾ ഒരു പക്ഷെ കണ്ടെത്താൻ കഴിഞ്ഞിട്ടുണ്ടാകില്ല. എന്നിട്ടൊന്നും പിന്മാറാതെ കൃത്യമായി തന്നെ പരിശോധിച്ച് അത് അവരുടെ സമയവും അവരുടെ ഒരു സമർപ്പണം തന്നെയാണത്. അവിടെയാണ് അവരുടെ ആ ഒരു ഇടപെടലിൽ അതിനകത്ത് ഏറ്റവും പ്രധാനമായി വന്നത്. തീർച്ചയായിട്ടും അഭിമാനിക്കാവുന്ന ഒരു നീക്കമാണ് അവരുടെ ഭാഗത്തു നിന്ന് ഉണ്ടായത്. ഓരോ മലയാളിക്കും നമ്മൾ സംസ്ഥാനം വിട്ട് ഏതെല്ലാം സ്ഥലങ്ങളിൽ പോയി ജീവിക്കുന്നു, അവിടെയെല്ലാം തന്നെ കൂടെ ഏതു ഭാഷക്കാരായിരിക്കും എന്നൊന്നും അറിയില്ല, അവരോടൊക്കെ സ്നേഹത്തോടെ ഇടപെട്ട് നമ്മൾ ജീവിക്കുന്നു. അപ്പോൾ അതിഥികളായി നമ്മുടെ സംസ്ഥാനത്തെത്തിയ 13 വയസ്സുകാരിയായ ഒരു കുഞ്ഞിന് വേണ്ടിയിട്ടുള്ള ഒരു തെരച്ചിലിൽ ഓരോരുത്തരും അവരവരുടെ ആ ഒരു ധർമ്മം നിർവഹിച്ചു. കൃത്യമായി തന്നെ അതിനകത്ത് ഒരു അലംഭാവം ഒന്നും തന്നെ കാണിച്ചില്ല എന്നുള്ളത് തന്നെയാകും ഏറ്റവും നിർണായകമായ ഈ ഇടപെടൽ നടന്നതും 36 മണിക്കൂർ നീണ്ട തെരച്ചിലിനൊടുവിൽ ആ കുട്ടിയെ കണ്ടെത്താൻ കഴിഞ്ഞതും സുരക്ഷിതയായി തന്നെ കുട്ടി ഇരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും ആശ്വാസകരമായ വാർത്ത. കാരണം മണിക്കൂറുകൾ കഴിഞ്ഞു പോകുന്തോറും ഇരുട്ടാണ്. രാത്രിയാകുമ്പോൾ ആ കുട്ടിയുടെ സുരക്ഷ അത് എത്രത്തോളം ഉണ്ടാകുമെന്നുള്ള ആശങ്കയൊക്കെ ഉയർന്നു വന്നിരുന്നു. അതുകൊണ്ട് തന്നെ അതുപോലെ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഇനിയിപ്പോൾ നഗരത്തിലായിരിക്കുമോ അതോ ഏതെങ്കിലും തെരുവിലേക്ക് കുഞ്ഞിറങ്ങി പോയിട്ടുണ്ടാവോ, ഈ തിരക്കിനിടയിൽ എവിടെ പോയി കണ്ടെത്തും, ഈ രീതിയിലൊക്കെ തന്നെ വലിയ വെല്ലുവിളി ഉണ്ടായിരുന്നു. ഏതായാലും രാത്രി പിന്നീട് മുൻപ് തന്നെ കുട്ടിയെ കണ്ടെത്താൻ കഴിഞ്ഞു എന്നുള്ളത് ഏറ്റവും വലിയ ആശ്വാസകരമായ വാർത്ത എത്തി എന്നുള്ളതാണ്. ഇനി മനേഷ് പറഞ്ഞതുപോലെ തന്നെ നിയമ നടപടികളുണ്ട്, അത് തീർച്ചയായിട്ടും അത് പാലിക്കേണ്ടതുണ്ട്. ഒപ്പം തന്നെ കുട്ടിക്ക് ഈ യാത്ര എത്രത്തോളം കുട്ടിയുടെ ശാരീരികമായി കുറച്ച് തളർന്ന ഒരവസ്ഥയിലായിരുന്നു, കുട്ടി അവശതയായിരുന്നു. അപ്പോൾ ഇനിയുള്ളത് ആ നിയമ നടപടികളാണ്. അത് എത്രയും പെട്ടെന്ന് തന്നെ പൂർത്തിയാക്കാൻ കഴിയില്ലേ മനീഷ്? തീർച്ചയായിട്ടും ഇനിയിപ്പോൾ നമുക്ക് കഴക്കൂട്ടത്ത് നിന്ന് പോലീസ് ഇവിടെ എത്തിച്ചേരേണ്ടതുണ്ട് വിശാഖപട്ടണത്തേക്ക്. അതിനുശേഷമായിരിക്കും മറ്റ് നടപടിക്രമങ്ങൾ വളരെ വേഗത്തിൽ അത് പൂർത്തീകരിക്കും എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. മാത്രമല്ല കുട്ടിയുടെ മാനസികാരോഗ്യം സംബന്ധിച്ച് കൃത്യമായ ഒരു പരിശോധന, അതുമായി ബന്ധപ്പെട്ടുള്ള കൗൺസിലിംഗ്, അത്തരം കാര്യങ്ങളിലൊക്കെ ഒരു പക്ഷേ കടക്കേണ്ടി വരും. കാരണം യഥാർത്ഥ കാരണം എന്ത് എന്നുള്ളത് ഇപ്പോഴും ഒരു വ്യക്തതയില്ല. ഒരു ചീത്ത പറഞ്ഞു, അമ്മ ചീത്ത പറഞ്ഞു, അനിയത്തിയുമായി വഴക്കിട്ടു, ചീത്ത പറഞ്ഞു എന്നുള്ള തരത്തിൽ ഉള്ള ഒരു യാത്ര എന്നാണ് കുട്ടിയും സമാനമായ രീതിയിൽ തന്നെയാണ് പറഞ്ഞത്. പക്ഷേ കൃത്യമായ പ്ലാനിങ് എന്തായാലും ആ കുട്ടിക്ക് ഉണ്ടായിരുന്നു എന്ന കാര്യത്തിൽ തർക്കമില്ല. കാരണം വളരെ ചുരുങ്ങിയ ദിവസം മാത്രമാണ് കുട്ടി കേരളത്തിലുണ്ടായിരുന്നത്. അസമിൽ നിന്ന് കൊണ്ടുവന്ന വളരെ ചുരുങ്ങിയ ദിവസം മാത്രമാണ് കുട്ടി കേരളത്തിലുണ്ടായിരുന്നത്. നേരത്തെ ഗിരീഷ് സൂചിപ്പിച്ചതുപോലെ തിരുവനന്തപുരത്ത് നിന്ന് ആ സ്കൂളിലേക്ക് പോകുക, തിരിച്ചു വരിക എന്നുള്ളത് മാത്രമാണ് കുട്ടിക്ക് അറിയുന്ന വഴികൾ എന്ന് പറയുന്നത്. സ്വാഭാവികമായും തിരുവനന്തപുരം ടൗണിലേക്ക് വരാനുള്ള വഴി ആ കുട്ടിക്ക് അറിയില്ല. ആ കുട്ടിയാണ് ഇത്ര ദൂരം ആ കുട്ടിയാണ് സഞ്ചരിച്ച് ഇവിടെ എത്തിയത് എന്നുള്ളത് ഒരു എടുത്തു പറയേണ്ട ഒരു കാര്യം തന്നെയാണ്. എന്തായാലും ഏറെ ദൂരം സഞ്ചരിച്ചതാണ്, തളർന്നിരിക്കുകയാണ് കുട്ടിക്ക് വേണ്ട കൗൺസിലിംഗ് ഉൾപ്പെടെയുള്ള കാര്യങ്ങളുണ്ട്. കുട്ടിയുടെ ആരോഗ്യം എത്രത്തോളം യാത്ര ചെയ്യാനുള്ള അത്രയും ആരോഗ്യമുണ്ടോ എന്ന് ശ്രദ്ധിക്കേണ്ടതുണ്ട്. നിയമ നടപടികളുമുണ്ട്. പക്ഷേ കുട്ടി എത്രയും പെട്ടെന്ന് തന്നെ മാതാപിതാക്കൾക്ക് കൈമാറാൻ കഴിയട്ടെ.